നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യത മലയാളം പാഠാവലിയിലെ നൊന്തു പൊരുതുന്നവർ എന്ന യൂണിറ്റിലെ കല്യാണസാരി എന്ന പാഠഭാഗമാണ്. ഈ പാഠം ഒരു നാടക രൂപത്തിലുള്ളതാണ്. നാടകം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ദൃശ്യകലാ രൂപം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും യുവജന ക്ലബ്ബുകളുടെ ആഘോഷങ്ങൾക്കും എല്ലാം നാടകാവതരണം അനിവാര്യമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നാടകത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ ജനപ്രീതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. കഥാപാത്രങ്ങളായിട്ട് നടന്മാർ രംഗവേദിയിൽ അഭിനയിച്ച് തകർക്കുന്ന ഒരു കലാരൂപം. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അതിന് പ്രത്യേക ഭാവാഭിനയം, നാടക സംഭാഷണങ്ങൾക്കനുസരിച്ച് സംസാരിക്കുക തുടങ്ങിയവയൊക്കെ അനിവാര്യമായ സംഗതി തന്നെയാണ്. ഒരു യഥാർത്ഥത്തിലുള്ള കലാകാരന് മാത്രമേ നാടകം നന്നായിട്ട് അഭിനയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കാലക്രമത്തിൽ നാടകത്തിൻ്റെ സാധ്യത കുറഞ്ഞു വരുന്നു. സിനിമ എന്ന കലാരൂപം മലയാളത്തിൽ പ്രസിദ്ധി ആർജിച്ചതോടെ നാടകം താഴേക്ക് പോവുകയാണ്. എന്നാൽ സിനിമയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കടന്നു വന്ന നടീനടന്മാരിൽ പലരും നാടക രംഗത്തു നിന്നും കടന്നു വന്നിട്ടുള്ളവരാണ്. നാടകക്കളരിയിൽ പയറ്റി തെളിഞ്ഞു വന്ന ആ അഭിനേതാക്കൾക്ക് സിനിമ ഒരു പുതിയ തട്ടകമായിരുന്നു. സിനിമയിലൂടെ അവരിൽ പലരും പേരും പ്രശസ്തിയും സമ്പാദിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ ലഘുനാടകം, കല്യാണസാരി എന്ന ഈ ലഘുനാടകം എഴുതിയിട്ടുള്ളത് മലയാളത്തിലെ പ്രശസ്ത നാടകകൃത്തായ ശ്രീജ KV ആണ്. നാടകം, ഈ നാടകത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു നായർ കുടുംബത്തിന്റെ അവസ്ഥയാണ്. ക്ഷയിച്ചു തുടങ്ങിയ ദാരിദ്ര്യവും പട്ടിണിയും കടന്നു കയറിയ മൂല്യ ശോഷണം സംഭവിച്ച ഒരു നായർ കുടുംബം. അവിടെ അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഇങ്ങനെ 4 പേരാണ് ഉള്ളത്. ആദ്യം രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് മകളാണ്, ചെറുപ്പക്കാരിയായ മകൾ. അവൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അവൾ അടുത്ത വീട്ടിലെ TV-യിൽ മോഹൻലാലിന്റെ സിനിമയും കണ്ണുനീർ സീരിയലുകളും കണ്ട് സമയം തള്ളി നീക്കുന്നു. വീട്ടിൽ അമ്മയെ സഹായിക്കാൻ അവൾക്ക് മടിയാണ്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കുറെ തുണികൾ കഴുകുന്നതിനായിട്ട് അടുത്തുള്ള ഒരു കുളത്തിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ സമയമെടുത്ത് അത് കഴുകി കൊണ്ടുവരികയാണ് അവൾ വീട്ടിലേക്ക്. അതോടെ അവളുടെ ജോലി തീർന്നു എന്ന മട്ടിൽ അവൾ പെരുമാറുന്നു. അഴയിൽ തുണികൾ വിരിക്കാൻ അമ്മ സുശീലയെ അവൾ സഹായിക്കുന്നില്ല. എന്നാൽ അമ്മ ദേഷ്യപ്പെടുമ്പോൾ അവൾ ആ തുണികൾ അഴയിൽ വിരിക്കുവാൻ മനസ്സില്ലാ മനസ്സോടെ കടന്നു വരികയാണ്. അങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കാണുകയാണ് തൻ്റെ കല്യാണസാരി. വിവാഹ ദിവസം തൻ്റെ ഭർത്താവ് തനിക്ക് തന്ന ആ അമൂല്യ നിധി, അത് ഇതാ കീറിയിരിക്കുന്നു. അമ്മ വിചാരിക്കുന്നു തൻ്റെ മകൾ കല്ലിലിട്ട് അടിച്ച് ഈ സാരി കീറിയതാണെന്ന്. മകളെ ശകാരിക്കുകയാണ് ആ അമ്മ. നീ എന്താണ് ചെയ്തത്? എൻ്റെ കല്യാണസാരി നീ കീറിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ്. എന്നാൽ മകളുടെ സൂക്ഷ്മ പരിശോധനയിൽ അവൾക്ക് മനസ്സിലാവുകയാണ് അത് കീറിയതല്ല, മറിച്ച് തീ കൊണ്ട് കത്തിപ്പോയതാണെന്ന്. അവൾ അമ്മയോട് ആ വിവരം പറയുന്നു. അമ്മ ചിന്തിക്കുന്നു, ആരാണ് തൻ്റെ സാരി കത്തിച്ചത്? അമ്മയ്ക്ക് ആ സാരി കത്തിയതോടെ ആകെ മനോദുഃഖം വരികയാണ്. കല്യാണസാരി കത്തുകയോ? ഇത് വല്ലാത്തൊരു ദുശ്ശകുനമാണല്ലോ. ഇപ്പോൾ തന്നെ എന്തൊക്കെ സഹിക്കണം, ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ആവോ? അമ്മ ചിന്തിക്കുന്നു. കല്യാണസാരി എന്ന് പറയുന്നത് വിവാഹത്തിന്റെ അന്ന് ഭർത്താവ് കൊടുത്ത അമൂല്യ നിധിയാണല്ലോ. അത് മരണം വരെ സൂക്ഷിക്കുക, കേടുകൂടാതെ സൂക്ഷിക്കുക ആ ഭാര്യയുടെ കടമയാണ്.
അവർ അത് നിധി പോലെ കാത്തു സൂക്ഷിച്ചു വച്ചതുമാണ്. പക്ഷേ ഇന്നിതാ അത് കത്തിപ്പോയിരിക്കുന്നു. അവർക്കാകെ പേടിയാവുകയാണ്, എന്തോ ദുശകുനം ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. നമ്മൾ മലയാളികൾക്ക് ശകുനത്തിൽ നല്ല വിശ്വാസമാണല്ലോ. ഏത് കാര്യത്തിനും നമ്മൾ ശകുനം നോക്കാറുണ്ട്, നല്ലതും ചീത്തയും എന്ന രീതിയിൽ. ഇവിടെ കല്യാണ സാരി കത്തിയത് ദുശകുനമാണെന്ന് സുശീല ധരിക്കുന്നു. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കടുക് അത് താഴെ വീണാൽ പറയും, ദാ കടുക് താഴെ വീണിരിക്കുന്നു, ഇന്ന് നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകുമെന്ന്. അങ്ങനെയൊരു ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതുപോലെ നമ്മൾ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചില്ലുപാത്രങ്ങളോ കണ്ണാടിയോ ഒക്കെ താഴെ വീണ് പൊട്ടുന്നു. അപ്പോഴും പറയും, എന്തൊക്കെയോ കഷ്ടകാലം വരാൻ പോകുന്നുണ്ട്, ചില്ല് പൊട്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ പലതരത്തിലുള്ള ശകുനങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, വിചാരിക്കാറുണ്ട്. അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ പെടുന്നതുമാണ്. ഇവിടെ അതുപോലെ സുശീല എന്ന ആ വീട്ടിലെ അമ്മ, സ്ത്രീ കഥാപാത്രം, തന്റെ സാരി കത്തിയത് ദുശകുനമാണെന്ന് ചിന്തിക്കുന്നു. സുശീലയ്ക്ക് മനസ്സിലാവുകയാണ് തന്റെ സാരി എങ്ങനെയാണ് കത്തിയതെന്ന്. അതിന് കാരണമുണ്ട്. അവരുടെ ഭർത്താവ്, ആ കുടുംബത്തിലെ ഗൃഹനാഥൻ രാമകൃഷ്ണൻ നായർ, അയാൾ ദിവസം മുഴുവൻ പുകവലിക്കുന്ന ശീലത്തിന് അടിമയാണ്. അയാൾ ഉറങ്ങുമ്പോൾ പോലും പുകവലിക്കും. പുകവലിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സുശീല ദേഷ്യത്തോടെ തന്റെ ഭർത്താവ് രാമകൃഷ്ണൻ നായരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സാരിയുമായിട്ട്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ തന്നെയാണ് ഇത് കത്തിച്ചത്? ഇന്നലെ രാത്രിയില് നിങ്ങളല്ലേ ഇത് പുതച്ചു കിടന്നത്? കൂർക്കം വലിക്കുമ്പോഴും കൂടി നിങ്ങളുടെ വായില് ബീഡിക്കുറ്റിയ. അതാണ് കാരണം. നമ്മൾ പറഞ്ഞല്ലോ, ദിവസം മുഴുവൻ ബീഡി വലിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയാണ് രാമകൃഷ്ണൻ നായർ എന്ന്. തലേന്ന് രാത്രിയിൽ ആ കല്യാണ സാരി പുതച്ചാണ് അയാൾ കിടന്നത്. കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അയാളുടെ വായിൽ ബീഡിക്കുറ്റി ഉണ്ടായിരിക്കണം. അതിന്റെ തീ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ സാരി കത്തിയത്. പക്ഷേ രാമകൃഷ്ണൻ നായർ അത് സമ്മതിക്കുന്നില്ല. സുശീല ദേഷ്യത്തോടെ പറയുകയാണ്, എന്നാലും നിങ്ങൾ എങ്ങനെ ചെയ്തൂലോ? എന്റെ കാൽപ്പെട്ടിയില് എത്ര സൂക്ഷിച്ചു വെച്ചേർന്നതാ ഇത്. ഇന്നലെ മഴയത്ത് പുതയ്ക്കാനൊന്നുമില്ലാതെ നിങ്ങള് തണുത്ത് വിറച്ച് കിടക്കണ കണ്ടപ്പോ പാവം തോന്നിയിട്ട് തന്നതാ. നിങ്ങൾ ഇങ്ങനെ വിലയറിയാതെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല. നിങ്ങൾ എന്നെയാ ഇത് കത്തിച്ചത്. എനിക്കിപ്പോ ഒക്കെ നശിച്ചിരിക്കണ കാല. ഇപ്പോ ഇതും നിധി പോലെ ഞാൻ സൂക്ഷിച്ചേർന്ന കല്യാണ സാരി. സുശീലയുടെ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. അവർ ഭർത്താവിന്റെ അടുത്ത് ചെന്ന് പറയുന്നു, തീർച്ചയായിട്ടും ഈ സാരി കത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇന്നലെ നിങ്ങൾ തണുത്തു വിറച്ചു കിടന്നപ്പോൾ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പുതയ്ക്കാനായിട്ട് ഈ സാരി തന്നത്. അത് നിങ്ങൾ പുതച്ചുകൊണ്ടിരുന്നപ്പോഴും ബീഡി വലിച്ചിരിക്കണം. അങ്ങനെ ഇത് കത്തിപ്പോയിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തന്നെയാണ് ഇത് കത്തിച്ചത്. ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന കല്യാണ സാരി. പക്ഷേ രാമകൃഷ്ണൻ നായർ എതിർക്കുകയാണ്. അയാൾ ദേഷ്യത്തോടെ പറയുന്നു, നിനക്കേ പ്രാന്ത, ചങ്ങലക്കിടുക വേണ്ടത് എന്ന്. സുശീലയുടെ വാക്കുകൾ അവളെ ഒരു ഭ്രാന്തിയാണ് എന്ന മട്ടിൽ പെരുമാറുന്നു എന്ന വിധത്തിലാണ് രാമകൃഷ്ണൻ നായർ കണ്ടത്. അത് പറഞ്ഞിട്ട് അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. തുടർന്ന് അവരുടെ മകൻ, പുറത്തെങ്ങോ പോയിരുന്ന മകൻ പ്രവേശിക്കുകയാണ്. അവന് അന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകാൻ പണം വേണം. ആ പണത്തിനായിട്ട് അവൻ അമ്മയോട് ആവശ്യപ്പെടുകയാണ്. നാളെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ പോണം. കുറച്ച് കാശ് വേണം എനിക്ക് എന്ന് മകൻ ആവശ്യപ്പെടുമ്പോൾ സുശീല പറയുന്നു, എന്റെ കയ്യിൽ എവിടെയാണ് കാശ് എന്ന്. പക്ഷെ മകൻ അത് സമ്മതിക്കുന്നില്ല. എനിക്ക് കാശ് തന്നേ പറ്റൂ എന്ന് അയാൾ ദേഷ്യത്തോടെ പറയുന്നു. സുശീലയുടെ കയ്യിൽ യഥാർത്ഥത്തിൽ പണമില്ല. പിന്നെ അവർ അതെവിടെ നിന്ന് കൊടുക്കും? കാശില്ല എന്ന് പറയുമ്പോൾ ആ മകൻ ദേഷ്യത്തോടെ സുശീലയെ വഴക്കു പറയുകയും
വീടിന്റെ അകത്ത് കയറി വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ചെറുപ്പക്കാരനാണ് ആ മകൻ. അവനൊരു പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ അവൻ ജോലിക്കായിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നത്. ആ മകന് അവരുടെ വീട്ടിൽ, അവരുടെ പറമ്പിൽ എന്തെങ്കിലും പണി ചെയ്തുകൂടെ? അത് ചെയ്യുന്നില്ല. ഒരു പുല്ല് കയറി കാട് കയറി കിടക്കുന്ന പറമ്പും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടുമാണ് അവർക്കുള്ളത്. ആ കാട് കയറി കിടക്കുന്ന പറമ്പ് കൊത്തിക്കിളച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ നടുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം അവർക്ക് ലഭിക്കുമല്ലോ. പക്ഷേ ആ മകൻ അതിന് തയ്യാറല്ല. അവന് നല്ല ജോലി വേണം. അതിനാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന് പോകാനുള്ള ആ പണം പോലും അവന്റെ കയ്യിലില്ല. അത് ഒരു വരുമാനവുമില്ലാതെ ഈ വീട്ടിൽ തന്നെ കഴിയുന്ന ആ പാവം പിടിച്ച അമ്മയോടാണ് അവൻ ചോദിക്കുന്നത്. അവരുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ കോപത്തോടെ അവരോട് പെരുമാറുകയും വീട്ടിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്ന മകൻ. തന്റെ കല്യാണ സാരി കത്തിപ്പോയി എന്ന മകനോട് പറയുമ്പോൾ അതിന് തീർത്തും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള സഹകരണവും കാണിക്കാത്ത മകൻ. ആ സാരി കത്തിയതിന് അയാൾക്ക് ഒരു പ്രശ്നവുമില്ല. അത് അയാളെ സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ പോകുന്ന വഴിയിൽ മകൻ തന്റെ ദേഷ്യം തീർക്കാനായിട്ട്, അഴ നിറച്ച തുണികളാണ്, ധാരാളം തുണികൾ, മകൾ കഴുകിക്കൊണ്ടുവന്ന തുണികൾ അഴയിൽ വിരിച്ചിട്ടിരിക്കുകയാണ്. അവൻ ആ അഴ വലിച്ചു പൊട്ടിക്കുന്നു. അഴയിൽ കിടന്ന തുണികളെല്ലാം താഴെ വീഴുന്നു. അത്രയും ചെയ്തിട്ട് ആ മകൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ആ അമ്മ ദീനതയോടെ പറയുകയാണ്, എല്ലാം കത്തട്ടെ, ഒക്കെ കത്തി നശിക്കട്ടെ. ഇവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും വഴക്കും ഒക്കെ മറ്റുള്ളവർ അറിയണതിന് മുൻപ് കത്തി നശിക്കുക നല്ലത്. അപ്പോൾ ആ വാക്കുകളിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ്. ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, എപ്പോഴും വഴക്കുണ്ട്. എങ്ങനെ ഇതൊക്കെ ഇല്ലാതിരിക്കും? ആരും അവിടെ ജോലിക്ക് പോകുന്നില്ല. കുടുംബനാഥയായ സുശീല വീട്ടിൽ തന്നെ വെറുതെ വീട്ടുപണികളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടുന്നു. മകളാകട്ടെ ഒന്നും പ്രതികരിക്കാനില്ല എന്ന മട്ടിൽ അവളുടേതായ ലോകത്ത് അടുത്ത വീട്ടിൽ സീരിയലും സിനിമയും ഒക്കെ കണ്ട് അങ്ങനെ നടക്കുന്നു. ഗൃഹനാഥനായ രാമകൃഷ്ണൻ നായർ ഒരു പണിയും ചെയ്യാതെ ദിവസം മുഴുവൻ ബീഡിയും വലിച്ച് അങ്ങനെ തള്ളി നിൽക്കുന്നു. മകനാകട്ടെ ചെറുപ്പക്കാരനാണ്, നല്ല കായികാധ്വാനമുള്ള ആളാണ്. പക്ഷേ അവൻ പണിയൊന്നും ചെയ്യുന്നില്ല. ഉയർന്ന ജോലി ലഭിക്കാനായിട്ട് ഇന്റർവ്യൂവിലും മറ്റും പങ്കെടുത്ത് അങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ലേ? പട്ടിണി ഉണ്ടാവില്ലേ? പണമില്ലാത്തതിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകില്ലേ? ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. കല്യാണസാരി കത്തിപ്പോയത് പറഞ്ഞപ്പോൾ ഭർത്താവ് സുശീലയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. മകനാകട്ടെ പണം കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട സാധനങ്ങളെല്ലാം തല്ലിയുടച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ചുരുക്കത്തിൽ ആ വീട്ടിലെ നിത്യസംഭവമാണ് ഇതെല്ലാം. സുശീല എന്ന കഥാപാത്രം തുടർന്ന് ചെയ്യുന്നത്, അവർക്ക് ജീവിതം മതിയായി, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ ആ സാരി കുരുക്കാക്കി കഴുത്തിലിടുന്നു. മറ്റേ അറ്റം കിണറിന്റെ കമ്പിയിൽ കെട്ടി ചാടാനൊരുങ്ങുന്നു. അടുത്ത നിമിഷം അവർ മരണപ്പെടും. അതിനുള്ള ശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ നാടകത്തിലേക്ക് ഈ കുടുംബത്തിലെ അംഗമല്ലാത്ത മറ്റൊരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം കടന്നു വരികയാണ്. പാറുക്കുട്ടി എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അവൾ ഒരു വീട്ടിൽ പാല് കൊടുത്തിട്ട് ആ പാത്രം മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. എന്തോ കാരണത്തിന് സുശീലയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി പാറുക്കുട്ടി വരുന്നു. വരുമ്പോൾ അവൾ കണ്ട കാഴ്ച എന്താണ്? സുശീല ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ച. ജീവിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട്, യാതൊരുവിധ വരുമാനവും ഇല്ലാത്തതുകൊണ്ട്, വീട്ടിൽ മക്കൾ അനുസരിക്കാത്തതുകൊണ്ട്, പണമില്ലാത്തതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന പാവമൊരു
സ്ത്രീ, അതാണ് സുശീല. ഈ കാഴ്ച പാറുക്കുട്ടി കാണുന്നു. എന്നാൽ അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് അതിലും വളരെയധികം ദീനമായ, വളരെയധികം മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച മറ്റൊരു വീട്ടിൽ കണ്ടിട്ടാണ് വരുന്നത്. അവൾ എന്താണ് കണ്ടത്? അവിടെ മറ്റൊരു വീട്ടിൽ അവൾ ചെല്ലുമ്പോൾ പാൽപാത്രം തിരിച്ചു വാങ്ങാനായിട്ട് അവൾ ആ വീട്ടിൽ പോയതാണ്. പാല് കൊടുത്തിരുന്നു, ആ പാത്രം തിരിച്ചു വാങ്ങാൻ. പക്ഷെ അവിടെ വിളിച്ചിട്ടാരും വിളി കേൾക്കുന്നില്ല. അങ്ങനെ അവൾ ജനലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച മനസ്സിനെ വളരെയധികം ത്രസിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. മറ്റൊന്നുമല്ല, ആ വീട്ടിലെ 3 പേർ താഴെ മരിച്ചു കിടക്കുന്നു. കുടുംബനാഥൻ മുകളിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു. ഈ കാഴ്ചയാണ് പാറുക്കുട്ടി കണ്ടത്. അത് കണ്ടിട്ടാണ് അവൾ സുശീലയുടെ വീട്ടിലേക്ക് ഓടി വരുന്നത്. സുശീലയെടുത്തിയേ, സുശീലയെടുത്തിയേ എന്ന് വിളിച്ച്. പക്ഷേ ഇവിടെ എത്തുമ്പോഴും പാറുക്കുട്ടി കാണുന്നത് എന്താണ്? ജീവിതം മടുത്തിട്ട്, ജീവിത ബുദ്ധിമുട്ടുകൾ നേരിടാൻ കഴിവില്ലാഞ്ഞിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്ന, സ്വന്തം കല്യാണസാരിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്ന സുശീലയെടുത്തിയെ. അവൾ പറയുന്നു, വിഡ്ഢിത്തം കാട്ടരുത്, ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് അവൾ സുശീലയെടുത്തിയെ പിടിച്ച് താഴെ ഇറക്കുന്നു. എന്തായാലും ആ സന്ദർഭത്തിൽ പാറുക്കുട്ടി അവിടെ വന്നത് സുശീലയുടെ ജീവൻ രക്ഷിക്കാൻ ഇടയായി. സുശീല ഉറക്കെ കരയുകയാണ്. തൻ്റെ ദുഃഖം മറക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ കരയുന്നു. സുശീല പറയുകയാണ്, ഞാൻ എന്തിനാണ് ജീവിക്കണത്? എനിക്ക് മതിയായി. ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടും കാട് പിടിച്ചൊരു പറമ്പും നേരാമണ്ണം ചോറുണ്ടിട്ട് ദിവസം എത്രയായി. അവിടെ വീടുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്, പിന്നെ പറമ്പുണ്ട്, അതാണെങ്കിൽ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. നേരാമണ്ണം ചോറുണ്ടിട്ട് ദിവസം എത്രയായി. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ആ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ ആ വർധനവ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എത്രമാത്രം രൂക്ഷമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വരുമാനവുമില്ല അവർക്ക്. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെ അവർക്ക് ചോറുണ്ണാൻ സാധിക്കും? പണി ചെയ്ത് പണമുണ്ടാക്കിയാലല്ലേ ചോറുണ്ണാൻ സാധിക്കൂ. ഇതിന് വേണ്ടി ഞാൻ ഉദാഹരണത്തിന് ഒരു ചെറിയ കഥ നിങ്ങളോട് പറയാം. പ്രസിദ്ധ എഴുത്തുകാരനായ ഉറൂബ് PC കുട്ടിക്കൃഷ്ണന്റെ ഒരു കഥയാണ്. ഒരു സ്ഥലത്ത് ഒരു മൗലവിയും കുറച്ച് സുഹൃത്തുക്കളും താമസിക്കുന്നുണ്ടായിരുന്നു. മൗലവിയുടെ കൂടെ മുഹമ്മദ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനും. എന്നാൽ ഈ മുഹമ്മദ് യാതൊരു പണിയും ചെയ്യുകയില്ല. അലസനാണ്. എപ്പോഴും മുറിയിൽ ഉറക്കം തന്നെ ഉറക്കം. ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്ന അവസ്ഥയിൽ പോലും അവൻ അതിന് തയ്യാറാകുന്നില്ല. മൗലവിയും മറ്റും പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവനുള്ള ആഹാരം കൊണ്ടുവരും. ഇതായിരുന്നു പതിവ്. ഒരു ദിവസം മൗലവിയും കൂട്ടുകാരും ആഹാരം കഴിക്കാൻ പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നു. മുഹമ്മദിനെ വിളിക്കുന്നു. പക്ഷെ അവൻ വരുന്നില്ല. അവൻ പറയുന്നു, എനിക്കുള്ളത് അള്ളാഹു കൊണ്ടുതരും. ഇത് കേട്ട് മൗലവിയും മറ്റും പുറത്തേക്ക് പോയി ആഹാരം കഴിച്ച് മടങ്ങി വരുന്നു. മൗലവി എന്തു ചെയ്തെന്നോ? മുഹമ്മദ് കിടന്നിരുന്ന മുറി പുറത്തുനിന്നും പൂട്ടുന്നു. മണിക്കൂറുകൾ കുറേ കഴിഞ്ഞു. മുഹമ്മദിന് പതുക്കെ വിശക്കാൻ തുടങ്ങി. വീണ്ടും സമയം കുറെ കഴിഞ്ഞു. അവന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ മൗലവിയോട് പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരൂ, ഞാനിപ്പോൾ ചാവൂ. മൗലവി പറയുന്നു, നിനക്ക് ഭക്ഷണം അള്ളാഹു കൊണ്ടുതരുമെന്നല്ലേ നീ പറഞ്ഞത്? അവിടെ ഇരിക്കൂ, ഇപ്പോൾ കൊണ്ടുവരും. പക്ഷേ കുറേ സമയം കൂടി കഴിഞ്ഞതോടെ മുഹമ്മദ് അലറി കരയുകയാണ്. എന്നെ തുറന്നുവിട്, ഞാനിപ്പോൾ ചാവൂ. മൗലവി ചോദിക്കുന്നു, നിനക്കുള്ള ഭക്ഷണം ബിരിയാണി അത് കൊണ്ടുവന്നില്ലേ ഇതുവരെ? ഇല്ല എന്ന് പറയുമ്പോൾ മൗലവി ചോദിക്കുകയാണ്, നിനക്കുള്ള ഭക്ഷണം അള്ളാഹു കൊണ്ടുവരുമോ? മുഹമ്മദ് ഇല്ല എന്ന് പറയുന്നു. അത് ആരാണ് കൊണ്ടുതരുന്നത്? അതിനുവേണ്ടി അള്ളാഹു നിനക്ക് എന്താണ് തന്നിട്ടുള്ളത്? അവൻ പറയുന്നു, എനിക്ക് 2 കയ്യുകൾ തന്നിട്ടുണ്ട്. ആ കയ്യുകൾ കൊണ്ട് നീ എന്തു ചെയ്യണം? ഞാൻ പണി ചെയ്യണം, അധ്വാനിക്കണം. ശരിയല്ലേ? അള്ളാഹു ദൈവം നമുക്ക് 2 കയ്യുകൾ തന്നിട്ടുണ്ട്.
ആ കൈകൾ കൊണ്ട് നമ്മൾ പണി ചെയ്യണം, അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് എത്തിച്ചേരും. താൻ പാതി ദൈവം പാതി എന്നൊരു ചൊല്ലുണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളത് ഈശ്വരൻ നമുക്ക് നൽകും. ഈ കഥ ഈ സന്ദർഭത്തിന് യോജിച്ചതായതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാടകത്തിൽ ഈ കുടുംബത്തിൽ ചോറുണ്ടിട്ട് നേരാവണ്ണം ചോറുണ്ടിട്ട് ദിവസെത്രയായി എന്ന് സുശീല പറയുമ്പോൾ അതിൻ്റെ കാരണം ഇതുതന്നെയാണ്. അവിടെ ആരും പണി ചെയ്യുന്നില്ല, അധ്വാനം ചെയ്യുന്നില്ല. പിന്നെ എവിടുന്ന് പണം കിട്ടും? പണം കിട്ടിയാലല്ലേ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള വക നേടാൻ സാധിക്കൂ. ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പാറുക്കുട്ടി സുശീലയെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങളിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഒരു കല്യാണ സാരിയെങ്കിലും ഉണ്ട്. നിധി പോലെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു കല്യാണ സാരിയെങ്കിലും ഉണ്ട്. പക്ഷേ എനിക്കോ കല്യാണത്തിന് പോലും ഒരു നല്ല സാരി ഇല്ല, ഉണ്ടായിട്ടില്ല. പാറുക്കുട്ടിയുടെ അവസ്ഥ എത്ര ദയനീയമാണ് അല്ലേ? സുശീലടുത്തേക്ക് കരയാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ, ഒരു നിധി പോലെ സൂക്ഷിക്കാൻ ഒരു കല്യാണ സാരിയുണ്ട്. അവർക്ക് കല്യാണത്തിന്റെ അന്ന് ഭർത്താവ് ഒരു നല്ല സാരി നൽകിയിട്ടുണ്ട്, കല്യാണ സാരി നൽകിയിട്ടുണ്ട്. അതവർ നിധി പോലെ സൂക്ഷിച്ചിരുന്നതുമാണ്. പക്ഷെ പാറുക്കുട്ടി പറയുന്നു, എനിക്ക് എന്റെ കല്യാണത്തിന് ഒരു സാരി പോലും അങ്ങനെ ലഭിച്ചിട്ടില്ല. ഞാൻ പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഓടി നടന്ന് പണി ചെയ്ത് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കും അറിയില്ലേ? ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. സുശീല എന്ന കഥാപാത്രത്തിന്റെ അത്ര പോലും ജീവിത സാഹചര്യങ്ങൾ പാറുക്കുട്ടിക്കില്ല. എന്നിട്ടും അവൾ ജീവിക്കുന്നു. എങ്ങനെ? അവൾ ഓടി നടന്ന് പണി ചെയ്ത് ജീവിക്കുന്നു. നമ്മൾ പഠിച്ചല്ലോ, പാല് കൊടുത്ത പാത്രം വാങ്ങാൻ പോയപ്പോഴാണ് അവൾ ആ വീട്ടിലെ ദാരുണ സംഭവം കണ്ടതെന്ന്. അവൾ പശുവിനെ വളർത്തുന്നുണ്ടായിരിക്കാം. അങ്ങനെ പശുവിനെ വളർത്തി ആ പാൽ വിറ്റ് അവൾ ജീവിക്കുന്നു. മറ്റു പല പണികളും അവൾ ചെയ്ത് അവൾ ജീവിക്കുകയാണ്. വെറുതെ ഇരുന്ന് വിഷമിക്കാൻ എളുപ്പ സുശീല എടുത്തിയേ. എനിക്കിങ്ങനെ ആലോചിച്ച് വിഷമിക്കാൻ കൂടി സമയമില്ല. ഇപ്പോൾ പാറുക്കുട്ടി പറയുകയാണ്, വെറുതെ ഇരുന്നാൽ ഇങ്ങനെ വിഷമിക്കുകയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഇരുന്ന് വിഷമിക്കാൻ സമയമില്ല. എന്താണ് സമയമില്ലാത്തതിന് കാരണം? വിഷമത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ പാറുക്കുട്ടിക്കും ധാരാളം വിഷമങ്ങളുണ്ട്. പക്ഷെ അവൾക്ക് വിഷമിക്കാൻ സമയമില്ല. കാരണം അവൾക്ക് പണി ചെയ്യണം. അവൾ ഓടി നടന്ന് പലതരം പണികൾ ചെയ്യുകയാണ്. പാറുക്കുട്ടി പറയുന്നു, അത് തന്നെയാ നിങ്ങളുടെ പ്രശ്നം. എന്തിനാ വെറുതെ ഈ ദുരഭിമാനം? സുശീലടുത്തി പറയുന്നുണ്ട്, ഒന്നും ചെയ്ത് ശീലമില്ല എനിക്ക് എന്ന്. പണി ചെയ്ത് ഈ വീട്ടിലെ പണികളല്ലാതെ മറ്റു പണികളൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ല എന്ന് പറയുമ്പോൾ പാറുക്കുട്ടി പറയുന്നു, അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് പണി ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ദുരഭിമാനം? അതൊരു തരം ദുരഭിമാനമല്ലേ? നാട്ടിലെ നായർ കുടുംബം, അവിടുത്തെ സ്ത്രീകൾ പുറത്തു പണിക്ക് പോയാൽ അത് മോശകരമാണ്. സമൂഹത്തിൽ അത് പ്രശ്നമുണ്ടാക്കും. വലിയ തറവാടുകളിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാണാലും പണി ചെയ്യാൻ, പുറത്തുപോയി പണി ചെയ്യാൻ ആരും തയ്യാറാകാത്തത് അവരുടെ ദുരഭിമാനം മൂലമാണ്. ആ ദുരഭിമാനമാണ് ഈ വീട്ടിലും നമ്മളിവിടെ കാണുന്നത്. ഇവിടെ സുശീലടത്തിക്ക് പണിയൊന്നും അറിയില്ല. അറിയാമെങ്കിൽ തന്നെ പുറത്തുപോയി പണി ചെയ്യുക എന്നത് അവർക്ക് മോശകരമാണ്. അവർ ഒരു ഉയർന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അതുകൊണ്ട് അവർ അതിന് തയ്യാറാകുന്നില്ല. പാറുക്കുട്ടി പറയുന്നു, എന്തിനാണ് ഈ ദുരഭിമാനം? അതെല്ലാം വലിച്ചു കളയൂ, എന്നിട്ട് പണി ചെയ്യൂ എന്ന്. നിങ്ങളിവിടെ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്നോട് കൂടി ഒന്നും പറയാറില്ല. ഈ കല്യാണ സാരി പെട്ടിയിലടച്ചു വെച്ചിട്ട് എന്താ കാര്യം? പണിയെടുത്ത് ജീവിക്കണേന് ഒരു നാണക്കേടുമില്ല. ഒന്നും ചെയ്യാതെ നിങ്ങൾക്കത് ശീലായി. പാറുക്കുട്ടിയുടെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. നിങ്ങൾ ഈ കല്യാണ സാരി പെട്ടിയിലടച്ച് വെച്ചിട്ട് എന്ത് കാര്യം? കല്യാണ സാരി കല്യാണത്തിന്റെ അന്ന് ഉടുത്തിട്ട് പിന്നെ പെട്ടിയിലടച്ചു വെച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം അതവിടെ അനങ്ങാതെ ഇരിക്കുന്നു. അത് അങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം?
പണിയെടുത്ത് ജീവിക്കണേന് ഒരു നാണക്കേടുമില്ല. ശരിയല്ലേ? എന്തു പണിയും എടുക്കാം. പണിയെടുത്ത് ജീവിക്കുന്നത് അഭിമാനം തന്നെയാണ്. അതിന് ഒരു നാണക്കേടുമില്ല. നിങ്ങൾ ദുരഭിമാനം കയ്യിൽ വെച്ചുകൊണ്ട് വലിയ തറവാട്ടുകാരാണ്, വലിയ ജാതിക്കാരാണ് എന്ന് വിചാരിച്ച് കുടുംബത്തിൽ നിന്നും പുറത്തിറങ്ങാതെ പണിയെടുക്കാതെ പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ മറ്റു പല കാര്യങ്ങളുമായി ജീവിക്കുന്നു. ഒടുവിൽ ഇതാ നിങ്ങൾ തൂങ്ങി മരിക്കുക, ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിരിക്കുന്നു. അതിൻ്റെ ഒന്നും കാര്യമില്ല. പണി ചെയ്യുക, അതിന് ഒരു നാണക്കേടുമില്ല. ഒന്നും ചെയ്യാതെ ഇരുന്നിരുന്ന് നിങ്ങൾക്കത് ശീലമായി. സുശീല പറയുകയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് പുറത്തിറങ്ങാനും കൂടി മടിയാണ്, ആ വീട്ടിൽ തന്നെ ഇരിക്കണം. പാറുക്കുട്ടി പറയുന്നു, മറ്റുള്ളവരെ ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനോൻ പണിയെടുത്ത് തിന്നണത് ഒരു സുഖം തന്നെയാ. വളരെ നല്ല വാക്കുകൾ അല്ലേ? മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റൊരാൾ, മകൻ, മകൾ, ഭർത്താവ് ഇവരെയൊക്കെ പണി ചെയ്തു കൊണ്ടുവരും, അത് വച്ചിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല. പിന്നെ ഏതിനാണ് അർത്ഥം? സുഖം. അവനവൻ പണിയെടുത്ത് തിന്നണത്. നമ്മൾ പണിയെടുക്കണം, നമ്മൾ അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം, ആ വരുമാനം കൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ആത്മസംതൃപ്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അത് വളരെ വില മതിക്കാനാവാത്തതാണ്. അധ്വാനത്തിന്റെ വില അത്ര വലുതാണ് എന്ന് പറയുന്നു. അതൊരു സുഖം തന്നെയാണെന്ന് പാറുക്കുട്ടി പറയുകയാണ്. അവൾ അവിടെ വീണ് കിടന്ന മകൻ അഴ പൊട്ടിച്ച് തുണികളെല്ലാം താഴെ മണ്ണിൽ വീണിരുന്നല്ലോ, അതൊക്കെ എടുത്ത് ബക്കറ്റിലിട്ട് വീണ്ടും അത് അഴയിൽ വിരിക്കുകയാണ്. സുശീല ഈ സമയത്ത് കല്യാണ സാരിയാണെങ്കിൽ കത്തിപ്പോയല്ലോ, ഇനി ഇത് എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത്, ഇതിനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പറമ്പിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് പാറുക്കുട്ടി പറയുന്നു, എന്തിനാണത് കളയണത്? അതല്പം കത്തിപ്പോയെന്നല്ലേ ഉള്ളൂ, അത് കളയണ്ട. അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് തണുപ്പ് മാറ്റാനായിട്ട് പുതയ്ക്കാം, പുതപ്പായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ സാരി കൊണ്ട് നമുക്ക് ചവിട്ടി ഉണ്ടാക്കാം. ചവിട്ടി, കാലി ചവിട്ടി, ചെളി, കാലിലുള്ള ചെളിയൊക്കെ അകത്തേക്ക് കയറാതിരിക്കാൻ നമ്മൾ മുറിയിലിടുന്നതാണല്ലോ ചവിട്ടി. ആ ചവിട്ടി ഉണ്ടാക്കാം. ഞാൻ പഴയ തുണി കൊണ്ടാണ് ചവിട്ടി ഉണ്ടാക്കാറ്. നിങ്ങളുടെ ചവിട്ടി ഏതായാലും കാണാനില്ല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നമുക്ക് ഈ കല്യാണ സാരി കൊണ്ട് ഒന്നുകിൽ പുതയ്ക്കാം, അല്ലെങ്കിൽ ചവിട്ടി ഉണ്ടാക്കാം. ഇത് കേട്ട് സുശീല അത്ഭുതത്തോട് ചോദിക്കുകയാണ്, സാരി കൊണ്ട് ചവിട്ടിയോ? എങ്ങനെയാത്? ഞാൻ കാണിച്ചു തരാം. നല്ല 2 ചവിട്ടി ഉണ്ടാക്കാം ഇതുകൊണ്ട്. ഇതാ, ഇതിന്റെ ഒരു അറ്റം പിടിക്കൂ. അങ്ങനെ രണ്ടുപേരും ആ സാരി പിടിക്കുന്നു. അത് 2ആയി കീറി ചവിട്ടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇതോടെ ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു. വളരെ ലഘുവായ എന്നാൽ സാമൂഹികമായ ഒരു ആശയത്തെ കൂടി വെളിപ്പെടുത്തുന്ന ഒരു നാടകം. ഇതിൽ വെളിപ്പെടുത്തുന്ന സാമൂഹിക അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ നാടകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ 5 കഥാപാത്രങ്ങളുടെ കാര്യമേ ഉള്ളൂ. 5 പേർ ചേർന്ന് നിങ്ങൾക്ക് ഇതൊന്ന് രംഗവേദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചാൽ പറ്റുന്ന കാര്യം തന്നെയാണ്. അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഉപ്പ് എന്ന കവിത എടുത്ത സമയത്ത് ആ വീഡിയോയിൽ ഒരു ചെറിയ പിശക് പറയുകയോ ഒരു തെറ്റ് പറയുകയുണ്ടായി. അതായത് അഹിംസാരഹിതമായ സമരം എന്ന് പറയുകയുണ്ട്. അഹിംസാരഹിതമായ സമരം. എന്നാൽ അത് തെറ്റാണ്. അഹിംസയല്ല, ഹിംസാരഹിതമായ. ഹിംസ എന്ന് പറയുമ്പോൾ അതിന് വിപരീതമായി ഹിംസാരഹിതമായ സമരമുറ. ഇത് ഇന്നലെ എനിക്ക് കമന്റിൽ വന്ന ഒരു അറിയിപ്പാണ്. ഇങ്ങനെ ഒരു തെറ്റ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാനിവിടെ തിരുത്തുകയാണ്. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും അതൊന്ന് ഉപ്പ് എന്ന വീഡിയോയിൽ വന്നിരിക്കുന്ന എൻ്റെ തെറ്റ് ഒന്ന് തിരുത്തി മനസ്സിലാക്കണം കേട്ടോ. അഹിംസാരഹിതമായ സമരം എന്നുള്ളത് മാറ്റിയിട്ട് ഹിംസാരഹിതമായ സമരം. അപ്പൊ ഇതുപോലെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്
കമൻറ്റിലിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്. നമുക്കത് മൊത്തത്തിൽ തിരുത്താനാകും. അതുപോലെ നിങ്ങൾക്ക് പാഠസംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്കതിൻ്റെ സംശയങ്ങൾ പറഞ്ഞു തരുന്നതുമാണ്. അപ്പോൾ ഈ പാഠം ഇത്രയുമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നാടകമാണ്, ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ പാഠം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം വ്യക്തമാകും. നമുക്കിവിടെ വെച്ച് ഈ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ പഠന പ്രവർത്തനങ്ങളിൽ. ഒരു ചെറിയ വീഡിയോയുമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും